പ്രിയമുള്ളവരെ നമസ്കാരം. വാക്കും നോക്കും മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ നാട്ടിൽ അധികമൊന്നും കണ്ടുവരാത്ത ഒരു കൃഷി രീതിയെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ സ്ഥലമില്ലാത്തവർക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു രീതി. എയർ പ്രൂണിംഗ് വഴി ചെടികൾക്ക് നല്ല വളർച്ചയും കായ്ഫലവും കിട്ടുന്ന എയർപോട്ട് കൃഷി രീതി. വീട്ടിൽ തയ്യാറാക്കി വെച്ച പോട്ടിംഗ് മിശ്രിതം നമുക്ക് ഈ പോട്ടിലേക്ക് നിറയ്ക്കാം. ഇതുപോലെ ഈ പോട്ടിൻ്റെ അരികുകളിലേക്ക് നന്നായിട്ട് കൈകൊണ്ട് കുത്തി അമർത്തി നിറയ്ക്കണം. മണ്ണിലാണ് നമ്മൾ പോട്ട് വെച്ച് കൃഷി ചെയ്യുന്നതെങ്കിൽ അടിഭാഗത്തുള്ള ഈ സാധനം വെക്കേണ്ടതില്ല. 4 എയർപോട്ടുകളും 3 ഫലവൃക്ഷ തൈകളും കട്ടപ്പനയിലുള്ള ഒരു നഴ്സറിയിൽ നിന്നും ഞാൻ ഓൺലൈനായിട്ട് വരുത്തിയതാണ്. മാൻഡറിൻ ഓറഞ്ചിൻ്റെ ഒരു തൈയും ബാൽസുന്ദരി ബേർ ആപ്പിളിൻ്റെ ഒരു തൈയും അതുപോലെ തന്നെ റെഡ് ഡയമണ്ട് പ്രീമിയം പേരയുടെ ഒരു തൈയുമാണ് ഇങ്ങനെ വരുത്തിയത്. ഞാൻ സ്ഥലം കുറവാണെങ്കിലും ഉള്ള സ്ഥലത്ത് മണ്ണിലാണ് 3 പോട്ടുകൾ വയ്ക്കുന്നത്. ഈ തൈകൾക്ക് കുറേ കാലത്തിന് ആവശ്യമായിട്ടുള്ള വളങ്ങളെല്ലാം തന്നെ ഈ പോട്ടിംഗ് മിശ്രിതത്തിൽ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലത്തിന് ഇതിലേക്ക് പ്രത്യേകിച്ച് വളമൊന്നും നൽകേണ്ടതില്ല. ഈ ഡ്രമ്മുകളിലും ചട്ടികളിലുമൊക്കെ വയ്ക്കുന്ന തൈകൾക്ക് കിട്ടുന്നതിനേക്കാൾ ഗ്രോത്ത് ഈ എയർപോട്ടിൽ വയ്ക്കുന്ന തൈകൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ വേനൽക്കാലത്ത് ചട്ടികളിലും ഡ്രമ്മുകളിലുമൊക്കെ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ വെള്ളം ഇതിന് ആവശ്യമായി വരും. ഏതായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഓൺലൈനിൽ വാങ്ങിയ 3 തൈകളും വീട്ടിലെ അബ്യുവിൻ്റെ വിത്ത് മുളപ്പിച്ചെടുത്തിട്ടുള്ള ഒരു തൈയും ഞങ്ങളിതിൽ നട്ടിട്ടുണ്ട്. അവർ പറഞ്ഞതുപോലെ ചെടികൾ നന്നായിട്ട് വളർന്നു വരികയാണെങ്കിൽ ആ നഴ്സറിക്കാരുടെ പേരും വിവരങ്ങളുമൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ വെളിപ്പെടുത്താം. വീട്ടുമുറ്റത്തും പരിമിതമായ സ്ഥലത്തും ഞങ്ങൾ പരിപാലിച്ചു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുറച്ച് ഫലവൃക്ഷ തൈകളെ ഇവിടെ പരിചയപ്പെടുത്താം. ഇതിൽ കാലാപ്പാടി, ആപ്പിൾ റുമാനിയ, തോത്താപ്പുരി എന്നീ മാവുകളും വിയറ്റ്നാം ഏളി പ്ലാവും 2 റംബൂട്ടാൻ മരങ്ങളും സപ്പോട്ടയും അമ്പഴവുമൊക്കെ കായ്ഫലം തരുന്നവയാണ്. വീടും പരിസരവും ഉള്ളതുകൊണ്ട് ഓണം പോലെയാക്കുകയാണ് ഞങ്ങൾ.